അതെ ചേച്ചി, ഞാൻ ആഘോഷിക്കുവാണ് സുധിച്ചേട്ടന്റെ ബർത്ത്ഡേ. കാരണം ഞാനല്ലേ നിയമപരമായിട്ടുള്ള ഒരേ ഒരു ഭാര്യ, സുധിച്ചേട്ടന്റെ ഈ ഭൂമിയിൽ ഉള്ള ഒരേ ഒരു ഭാര്യ നിയമപരമായി. ഇപ്പൊ അമ്മ ഇടയ്ക്ക് വന്ന് ലൈവിലെല്ലാം വന്ന ഒരു കുറച്ച് വിവാദങ്ങളായല്ലേ, എന്താണ് കിച്ചുവിന് പറയാനുള്ളത്? നല്ല സൂപ്പർ, ഒന്നും പറയാനില്ല. സബ്സ്ക്രിപ്ഷൻ ഒരു പ്രശ്നമായി മാറുന്നുണ്ടോ? നീ പற்று வைத்த நெருப்பொன்று பற்று எரியும் முனை கேட்கும். நீ விதைத்த வினையெல்லாம் உன்னை அறுக்க காத்துக்கிட்டு இருக்கே. രണുസുദ്ധ. ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ പുച്ഛവും അതും എല്ലാം കഴിഞ്ഞ് ഞാൻ തന്നെ ചില സമയം ആലോചിക്കാറുണ്ട്, എന്തിനിതിനെ പറഞ്ഞിട്ട്, ഇത് നന്നാവാനും പോകുന്നില്ല. ചില സമയങ്ങളിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഇവർക്ക് എന്തിൻ്റെ കേട എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം. രേണുവിൻ്റെ അടുത്താണ് ഈ പറയുന്നത്. നീ കേൾക്കുവോ കേൾക്കാതിരിക്കുക എന്താണെന്ന് വെച്ച് ചെയ്യും. എടി, നീ കാട്ടിക്കൂട്ടുന്നതെല്ലാം ഞാൻ ഇപ്പോഴും പറയാം. നീ ആർക്ക് വേണ്ടിയാണോ ഇത് ചെയ്യുന്നു എന്ന് പറയുന്നു, അതായത് ഋതപ്പനൊക്കെ വേണ്ടിയിട്ടാണെന്നാണല്ലോ പറയുന്നത്, ആ മക്കൾ തന്നെ ഒരു ദിവസം നിന്നെ തള്ളിപ്പറയും. അത് വിദൂരമല്ല ആ ഒരു ഘട്ടം. ഞാൻ പഴയതുപോലെ വലിച്ചു കീറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. രേണുസുധിയുടെ അവസ്ഥ രേണുസുധിക്ക് നന്നായിട്ട് അറിയാം. വീണ്ടും ഈ ഇത്രയൊക്കെ ആയിട്ട് വീണ്ടും ഇങ്ങനെ കുന്തളിപ്പുകൾ കാണിക്കരുത്. ഞാൻ പറയാതെ തന്നെ രേണുവിന് ഞാൻ ഉദ്ദേശിച്ച കാര്യം പിടിയിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞാനത് പറയുന്നില്ല. എന്നെങ്കിലും ആരെങ്കിലുമൊക്കെ പറയട്ടെ, ഞാനായിട്ട് പറയുന്നില്ല. ഇത്രയൊക്കെ ആയിട്ടും വീണ്ടും ഇങ്ങനെ അതപ്പതിച്ച രീതിയിലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിനക്ക് തന്നെ സ്വയം ഒരു പുച്ഛം തോന്നുന്നില്ല നിന്നോട് തന്നെ? നിന്റെ മോൻ കിച്ചു മോൻ എന്ന് പറഞ്ഞ് നീ നാട്ടുകാരുടെ മുന്നിൽ അഭിനയിക്കാനാണെങ്കിലും പറയുന്നുണ്ടല്ലോ, ആ പയ്യനടക്കം നിന്നെ പുച്ഛിച്ച് വിടുന്നുണ്ട്. നാളെ ഇതേ ഒരു വളർച്ചയിലെത്തുന്ന നിന്റെ ഋതപ്പൻ നിന്നെ ഏത് രീതിയിൽ കാണും. അപ്പം പറയരുത്, അയ്യോ ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്തത്, എനിക്ക് ഇന്നതായതുകൊണ്ട് ഞാൻ അങ്ങനെതാണ് ഇങ്ങനെയാണെന്നൊന്നും പറയാൻ നിൽക്കരുത്. പുച്ഛം മാത്രമേ ഉള്ളൂ. നാട്ടുകാരുടെ പ്രാക്കും നാട്ടുകാരുടെ ചീത്തവിളിയും നാട്ടുകാരുടെ ശാപവും വെറുപ്പും എല്ലാം സമ്പാദിച്ച് വെച്ചുകൊണ്ട് ജീവിതത്തിൽ നീ എന്ത് നേടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല രേണു, ഒന്നുമില്ല. എനിക്ക് സഹതാപം പോലും തോന്നുന്നില്ല. ചില സമയങ്ങളിൽ ആലോചിക്കുമ്പോൾ സഹതാപം തോന്നും ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ. പക്ഷേ നീ ഇതെല്ലാം വാങ്ങി വെച്ചത്, അല്ലെങ്കിൽ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും സ്വയമേ. നീ എന്ത് ക്വാളിറ്റിയാണ് നീ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നിന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്? സ്വയമേ അതപ്പതിച്ച് തറപ്പറ്റി തരിപ്പണായി തകർന്ന് തൊലഞ്ഞ് പണ്ടാരടങ്ങിയ ഒരു രേണുവിനാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നീയായിട്ട് നിന്റെ കുഴി തോണ്ടിയതെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തായാലും കിച്ചുവിന് ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ കിട്ടി. അവൻ്റെ ലൈഫ് ഇപ്പോൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി തുടങ്ങുന്നുണ്ട്. നല്ല കാര്യം, നടക്കട്ടെ. അവൻ്റെ ആ ഒരു പ്രീവിയസ് ലൈഫ് ഹിസ്റ്ററിയിൽ അവൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. പൊറുക്കാൻ പറ്റുന്ന തെറ്റുകൾ ആണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ആ തെറ്റുകളെല്ലാം മറന്ന് അവൻ്റെ പ്രായത്തിൻ്റെ കുഴപ്പവും അവൻ ലഹരി ഉപയോഗിച്ചതിനെ തുടർന്നിട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങൾ അവൻ തുറന്നു പറഞ്ഞ കേസാണ്. ഞാനായിട്ടൊന്നും പറഞ്ഞതല്ല, അവൻ തുറന്നു പറഞ്ഞതാണ് അവൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവൻ്റെ ആ ഒരു പ്രായത്തിൽ അവനെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാണ്ട് അവൻ ചെയ്തു കൂട്ടിയ കുറേ പരിപാടികളായിരുന്നു. അതെല്ലാം അവൻ റിഗ്രറ്റ് ചെയ്ത് തുറന്ന് പൊതുസമൂഹത്തോട് പറയുകയും അതിനുശേഷം ഇപ്പോൾ നല്ലവനായിട്ട് ജീവിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് അവൻ്റെ വഴിക്ക് പോയി. ഇപ്പോൾ ഇനാഗ്രേഷനൊക്കെ കിട്ടി. അവൻ ലൈഫിൽ അടിപൊളിയായിട്ടൊക്കെ പോകുന്നുണ്ട് മുന്നോട്ട്. നല്ല കാര്യം. അപ്പോൾ ഇനാഗ്രേഷൻ വന്ന സമയത്ത് ഓൺലൈൻ മീഡിയാസ് അവൻ്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. രേണു അവനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പുച്ഛിച്ചിട്ടാണ് അവൻ പോയത്, വെറും പുച്ഛം. നാളെ ഋതപ്പനായാലും വളർന്ന് വലുതായി വരുമ്പോൾ നിന്നെ ഇതിൻ്റെ അപ്പുറം പുച്ഛിക്കും. സ്വന്തം അമ്മയും കൂടിയാണ്, അതിൻ്റെ അപ്പുറം പുച്ഛിക്കും. മക്കളുടെ വെറുപ്പ് വാങ്ങി വെച്ചിട്ട്, മക്കളുടെ പുച്ഛവും വാങ്ങി വെച്ചിട്ട് നീ എന്താണ് ജീവിതത്തിൽ നേടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു നീ ഒന്നും നേടുന്നില്ല. ബിഗ് സീറോയാണ്, ബിഗ് സീറോ. നിന്നെ ഇപ്പം ഈ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ വലിച്ചീറി ഒട്ടിച്ചിട്ടോ അല്ല ഞാൻ സംസാരിക്കുന്നത്. നിനക്ക് പറ്റുവാണെങ്കിൽ ഇത്രയൊക്കെ ആയിട്ടും ഇത്രയൊക്കെ അതപ്പതിച്ചിട്ടും പറ്റുവാണെങ്കിൽ നന്നാവും. ഉള്ള കാര്യം പറയാം. അല്ലെങ്കിൽ ഇനി നിന്റെ ലൈഫിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളടക്കം നാട്ടുകാർ നിന്നെ പുച്ഛിക്കും. വീണ്ടും നിന്നെ പുച്ഛിച്ച് തരിപ്പണമാക്കും. നിന്റെ ഓരോ വീഡിയോസ് കാണുമ്പോഴും വെറുപ്പ് മാത്രമാണ് നീ സമ്പാദിച്ചു വയ്ക്കുന്നത്. നിനക്ക് ഷോർട്ട് ഫിലിം ചെയ്യാം, അഭിനയിക്കാം, എന്ത് വേണോ ചെയ്യാം, മാന്യമായിട്ട് ചെയ്യും. ഈ പറയുന്ന സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങി വെച്ചിട്ട് അപരാധം കാണിക്കുന്നത് നിർത്ത്.
നീ മാത്രമല്ല ഒരുപാട് പെണ്ണുങ്ങൾ ഇന്ന് ഇമാതിരി തൊട്ടി പരിപാടി തുടങ്ങിയിട്ട് നശിച്ച് നാറാണത്തായിട്ടുണ്ട്. നീ മാത്രമൊന്നുമല്ല, സ്റ്റോറി സാറ പിന്നെ വേറെ ഏതൊക്കെ എവളൊക്കെയോ ഉണ്ട്, കുറേ എണ്ണം ഉണ്ട്. അപരാധം കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ പേക്കൂത്തുകളാണ് ഇന്ന് ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്നത്. കാണുന്ന സമയം പുച്ഛവും വെറുപ്പുമാണ്. അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഇപ്പോൾ രണാസുനായാലും നീ ജീവിതത്തിൽ എന്താണ് നേടാൻ പോകുന്നത്? ഇങ്ങനത്തെ കുറേ പോക്കർത്തനം വീഡിയോ ചെയ്ത് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് ഇപ്പം മാസം 7 ലക്ഷത്തിന് പുറത്ത് ഈ സബ്സ്ക്രിപ്ഷനിലൂടെ തന്നെ നിനക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു സെറ്റപ്പിലെത്തി. പക്ഷെ നീ എന്താണ് ഈ പണം കൊണ്ട് ചിലപ്പോൾ നിന്റെ കുറേ സ്വപ്നങ്ങൾ നേടാൻ പറ്റും. വണ്ടി, ലക്ഷറി ലൈഫ്, അങ്ങനെ ഇങ്ങനെ, അല്ലെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളടക്കം നിനക്ക് ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നിന്റെ ഫാമിലി ലൈഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് സീറോ ആണ് രേണു, ബിഗ് സീറോ. ഞാൻ ദേഷ്യത്തോടെ എപ്പോഴും സംസാരിക്കാറുണ്ട്, വലിച്ചീരി ഒട്ടിക്കാറുണ്ട്, എല്ലാമാണ്. പക്ഷെ ഒരു തവണ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാൻ ഒരു തവണ പറയുകയാണ്, നന്നാവാൻ പറ്റുമെങ്കിൽ നീ നന്നാവും കേട്ടോ. അതേ പറയാനുള്ളൂ. നീ നന്നാവത്തില്ല എന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാൻ പറയുന്നത് അതിൻ്റെ റീസൺ നിനക്ക് തന്നെ അറിയാം ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഒറ്റ കാര്യം, ആ ഒരൊറ്റ കാര്യം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്താണെന്നൊന്നും പറയുന്നില്ല. ഓക്കെ, നന്നാവാൻ പറ്റുവാണെങ്കിൽ നന്നാവുക. എന്താണോ വാര്യറെ താൻ നന്നാവാത്ത എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ് ചോദിക്കാനുള്ളത്. ആ കൊച്ചിന് വേണ്ടിയിട്ടാണ് നീ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് നീ വെറും ഫേക്കാണ്, അതെനിക്കറിയാം. പക്ഷെ നാളെ ആ കൊച്ചു തന്നെ നിന്നെ തള്ളിപ്പറയുന്ന ഒരു ദിവസം വരും. അന്ന് നീ ഒന്നും അല്ലാണ്ടായിപ്പോവും രേണു, ഒന്നും അല്ലാണ്ടായിപ്പോവും. വെറും വൃത്തികെട്ട ഈ ഒരു പാറ്റേണിലോട്ട് പോയി ലൈഫ് തൊലച്ച് കളയുന്ന ഒരുപാട് കൂത്തിച്ചികളെ കൂട്ടത്ത് വെറും ഒരു കൂത്തിച്ചിയായി മാറാനാണോ നിന്റെ താല്പര്യമെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്നും മരണപ്പെട്ടു പോയതിനു ശേഷം പോലും നല്ലത് പറയാൻ ഒരു മനുഷ്യനെ പോലും നമ്മൾ തിരഞ്ഞു പിടിച്ച് നമ്മുടെ കൂടെ നിർത്തിയിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ല. എടാ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ളവനാണ് ഞാൻ, ഒരുപാട് തെറ്റുകൾ. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാം തിരുത്തി മുന്നോട്ട് വരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്ന നല്ല പോസിറ്റീവ് മെസ്സേജുകളാണ്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ അപരാധത്തിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയല്ല. അതൊരിക്കലും ശരിയുള്ളൊരു കാര്യമല്ല. ഓക്കെ, ഞാൻ എന്തായാലും കിച്ചുവിൻ്റെ ഒരു വീഡിയോ ഒന്ന് കൊടുക്കാം. ഞാൻ ഒരുപാട് പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. ഓക്കെ, അമ്മ ഇടയ്ക്ക് വന്ന് ലൈവിലെല്ലാം വന്ന കുറച്ച് വിവാദങ്ങളായല്ലേ, എന്താണ് കിച്ചുവിന് പറയാനുള്ളത്? നല്ല കാര്യം, സൂപ്പർ, ഒന്നും പറയാനില്ല. പുച്ഛിച്ച് തള്ളിയിട്ടാൻ പോവുകയാണ്. എൻ്റെ കിച്ചു മോനെ നാളെ ഋതപ്പൻ ഇതിൻ്റെ അപ്പുറം പറയും. ഇതുപോലൊരു തള്ളയോ എൻ്റെ തള്ള, ഇങ്ങനെ അഴിഞ്ഞാടി നടന്ന തള്ളയോ എൻ്റെ തള്ള, ആ കൊച്ചനും പറയും. അന്ന് തീർന്നു രേണു, നീ കാട്ടിക്കൂട്ടിയതിന് ഒന്നും ഒരർത്ഥമില്ലാണ്ടാവുന്നൊരു ദിവസം അന്ന. അത് നീ വിദൂരമല്ല, അത് മനസ്സിലാക്കുക. അതുപോലെ ഓൺലൈൻ മീഡിയാസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, അവൻ അവൻ്റെ വഴിക്ക് വിട്ടേക്ക്. ഇനി അവൻ്റെ പിന്നാലെ പോയിട്ട് ഇമാതിരി ഉള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ട കാര്യമില്ല. സത്യം ഉള്ള കാര്യം പറയാമല്ലോ. അവൻ്റെ വഴിക്ക് വിട്, അവന് ജീവിക്കട്ടെ, നല്ലൊരു ഭാവിയുണ്ട്. ഇവളുടെ പേരിൽ ഇവളുടെ ലേബലിൽ കിടന്ന് ചീഞ്ഞളഞ്ഞ് എന്നും നടക്കേണ്ട ഒരു ഗതികേട് അവൻ ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും അവൻ്റെ ഉത്തരം കൊള്ളാം, നല്ല ആണിപ്പോളി, സൂപ്പർ, ഒന്നും പണയാനില്ല. കഷ്ടൻ്റെയാണോ ഇത് കേൾക്കേണ്ട ഒരു ഗതികേട് നിനക്കുണ്ടായല്ലോ, ഒന്നും പറയാനില്ല. എന്തായാലും അവനൊരു ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ആ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തും അവൻ്റെ ഒരു സിംപ്ലിസിറ്റിയാണ് ചിലപ്പോൾ അഭിനയിക്കുന്നത്. എന്തോ എന്തായാലും കൊള്ളാം. കൂടെ നിൽക്കുന്നവരെയും കൂടി പിടിച്ചു ചേർത്ത് കട്ടയിപ്പിക്കാൻ കാണിച്ചിരിക്കുന്ന ആ മനസ്സ് നല്ലതാണ്. തുണിക്കടയാണ്, നല്ലതാണ്. നല്ല 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 ഉദ്ഘാടനങ്ങളൊക്കെ കിട്ടി. നീ നിന്റെ ലൈഫ് സെറ്റിലാക്കാൻ നോക്കും. നിന്റെ പാസ്റ്റിൽ നീ தெரியாமல் நிறைய தப்பு பண்ணிருக்க. കടച്ചിയിലെ இந்த കുടുംബം ഓക്കെ ലൈഫിൽ അടിപൊളിയായിട്ട് പോകാൻ നോക്കി. ഇനിയെങ്കിലും ഇനി കിച്ചു നിന്നെ പറ്റിയിട്ട് ഒരു തൊട്ടി വർത്താനം കേട്ടി ഞാൻ വലിച്ചേറി കൂട്ടി ഉള്ള കാര്യം പറയാമല്ലോ. ജീവിതത്തിൽ നല്ലോണം ഇനി ജീവിക്കാൻ നോക്ക്. ഓക്കെ, ഇപ്പം രണാസുന ആരോട് പറയാം? എടി നിന്റെ അവസ്ഥ നിനക്കറിയാം, ഞാൻ പറയാതെ തന്നെ. ബിഗ് സീറോ ആയി മാറരുത് ലൈഫിൽ തരം താഴ്ന്നു പോകരുത്. ഇനിയുള്ള ആ ഒരു ജീവിതമെങ്കിലും ആ മക്കൾക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പേക്കൂത്തുകളല്ല കാണിക്കേണ്ട.
പുറമേ കാണിച്ചുകൊണ്ട് ഇളിച്ചുകൊണ്ട് നടക്കുന്ന ചിരിയുടെ പിന്നിലുള്ള ദുഃഖം കേട്ടോ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, എന്തായാലും ബാക്കി കാണാം. ഇവനെ തന്നെയാണ് ഈ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കേണ്ടത്. ഇവന് തന്നെയാണ് സിനിമയിലും റീൽസിലും മറ്റേ എന്ത് ഷോർട്സ് അങ്ങനെ എന്താ പറയാ മറ്റേ ഷോർട്ട് ഫിലിംസ്. അതെ, ചെക്കൻ അങ്ങ് പുകഴ്ത്തി അടിക്കുക. നല്ലതാ, അവന് കഴിവുണ്ടെങ്കിൽ അവൻ കയറി വരട്ടെ. അവൻ നന്നായിട്ട് പാടും കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി. അവൻ ഭയങ്കര അടിപൊളിയായിട്ട് പാടും. ഞാൻ അവൻ്റെ പല റീൽസും കണ്ടു. അടിപൊളിയായിട്ട് പാടും. അത് നല്ലൊരു കഴിവുള്ളവനാണ്. എന്തായാലും കിച്ചു, നീ മുന്നോട്ട് അടിപൊളിയായിട്ട് വരട്ടെ. മറ്റേൻ്റെ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. വന്ന് കാണാം. അല്ലല്ല, പ്രശ്നമല്ല. എനിക്കും ആ പയ്യനും ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. 22 20 വയസ്സാണ്. എനിക്ക് ഇഷ്ടമാണെങ്കിൽ അവൻ ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. 17 16 ഒന്നും പറയാത്ത നന്നായി. കേസ് വേറെ ആയിരുന്നു. നല്ലത് 20 വയസ്സ് കെട്ട് പറ്റുവാണെങ്കിൽ കെട്ട്. നല്ല തീരുമാനം, മികച്ച തീരുമാനം. എനിക്ക് 34, ചെറുക്കന് 21 ഞങ്ങൾ രണ്ടും. എനിക്ക് ഇഷ്ടമാണ്, അവൻ ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. കെട്ട് പെട്ടെന്ന് പോവാ. ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ വാക്ക് കൊടുത്തതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി രേണുവിൻ്റെ വീഡിയോ ചെയ്യത്തില്ല, അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ഓക്കെ, ഞാൻ ചെയ്യത്തില്ല എന്ന് വയ്യ, മടുത്ത്. അത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്തതിൻ്റെ റീസൺ, രേണു നന്നാവടി പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, നിൻ്റെ ഇഷ്ടം. ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് ആണ് ഈ തരുന്നത്. ഇതിപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് നിനക്ക് ഭയങ്കര സംഭവമൊന്നുമല്ല. പക്ഷെ നീ സ്വയം മനസ്സിലാക്കി, നീ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ ഇനിയുള്ള ജീവിതമെങ്കിലും മുന്നോട്ട് നന്നായിട്ട് പോകാൻ നോക്ക് കേട്ടോ. ഇതെല്ലാ അപരാധ വീഡിയോ ചെയ്യുന്നവളുമാർക്കും ഉള്ളൊരു താക്കീത് തന്നെയാണ്. ഇന്ന് കണ്ടങ്കാളി കിളവികളടക്കം വന്നിട്ട് അപരാധിച്ച് വീഡിയോകൾ ഇടുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിലും വന്ന് വീഴുന്നു. എൻ്റെ അടുത്ത് പേഴ്സണലിലേക്ക് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, മീൻസ് നേരിട്ട് കണ്ടുവരെ സംസാരിക്കുന്നുണ്ട്. അതിൽ അവളൊന്ന് പറഞ്ഞ് നന്നാക്കാൻ പറ്റുവാണെങ്കിൽ നന്നാക്കുക. എൻ്റെ അടുത്ത് പേഴ്സണലി സംസാരിച്ചത് നേരിട്ട്. ഞാൻ ഇന്നലെ ചെങ്ങന്നൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതേ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നേരിട്ട് കണ്ട എൻ്റെ അടുത്തൊരു ലേഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പലരും എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. അതിൽ നന്നാവാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ അടുത്ത് നന്നാവാനൊന്ന് പറയായിരുന്നു. ഞാനവിടെ പറയാം, എനിക്ക് കോണ്ടാക്റ്റും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുക, നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവുക. അല്ലെങ്കിൽ നീ കൂടുതൽ വില കൊടുക്കേണ്ട ഒരു ഘട്ടത്തിലോട്ട് പോകേണ്ടി വരും. അത് നീ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. അല്ല ഇങ്ങനെയൊക്കെ ജീവിക്കുക, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് തോന്നിയ ദിവസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല. അവസാനം വന്ന് പറയോ ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമില്ല. ഇന്ന് 2 കൈയും കാലും ഇല്ലെങ്കിലും പിച്ചെടുത്ത് ജീവിച്ചാലൊരു അന്തസ്സുണ്ട്. അല്ലാണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടും എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു അപരാധം കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അർത്ഥമില്ല. ഒരിക്കലും ഒരു അർത്ഥമില്ല. മനസ്സിലാക്കിയാൽ കൊള്ളാം. കൂടുതലൊന്നും പണയാനില്ല. കിച്ചു നീ വാ. ആദ്യത്തെ ഒരു ഉദ്ഘാടനമാണല്ലേ കിച്ചു, എന്ത് പറയാനാണ്? ഇനിയും കിച്ചുവിന് പുതിയ ഉദ്ഘാടനങ്ങൾ കിട്ടും. നല്ലതാണ്. നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. ജീവിതമാണ്, ഒറ്റ ജീവിതമേ ഉള്ളൂ. നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഇനി അവരാത്തന്നെ ഒന്നും കാണിക്കരുത്. നല്ലപോലെ അടിപൊളിയായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ നോക്ക്. ഓക്കെ, നിൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ നീ തന്നെ തുറന്ന് സംഭവിച്ചിട്ടുമുണ്ട്. അത് നിൻ്റെ ആ ചൈൽഡ്ഹുഡിൽ നിനക്കുണ്ടായിട്ടുള്ള ആ ഒരു പാരൻറ്റിങ്ങിൻ്റെ വിഷയം എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, അതിനെ തുടർന്ന് നിൻ്റെ ലൈഫ് സ്പോയിലായതെല്ലാം നീ പറഞ്ഞു. ഇനി അങ്ങോട്ടുള്ള നിൻ്റെ ജീവിതമെങ്കിലും നല്ല അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ട് പോവട്ടെ, സംഭവിക്കട്ടെ. നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ. വെറും ആശംസകൾ മാത്രമാണ് എനിക്ക് തരാനുള്ളത്. എന്തായാലും രേണു ഇപ്പുറത്ത് പൊടി പൊടിക്കുന്നുണ്ട്. അയ്യോ, അതല്ല, വീഡിയോ വേറെ ആൾക്കാരെടുത്ത് സബ്സ്ക്രിപ്ഷൻ വീഡിയോ വേറെ ആൾക്കാരെടുത്ത് ഇടുന്നതിന് എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ അങ്ങനെ
വീഡിയോ ലീക്ക് ആക്കുന്ന നോക്കി അതോടെ ഒക്കെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നുണ്ട്, 3000+ ഒക്കെ ആയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചിന്തിക്കുന്നതാണ്, ആരക്കടാ ഇത് ഇത്രയ്ക്ക്, ആർക്കടാ ഇതൊക്കെ? ഒന്നും പറയാനില്ല. ഈ കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നവന്മാരെയാണ് ഞാൻ പറയുന്നത്. ആരാടാ ഇതൊക്കെ? എന്തുവാടാ ഇതൊക്കെ? ഒരിക്കലും പറയുന്നില്ല. പിന്നെ എന്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അവരങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോവാ. എന്തായാലും സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തവർക്കും കൂടി എന്റെ വീഡിയോകളൊക്കെ കാണാൻ വളരെ സബ്സ്ക്രിപ്ഷൻ ഞാനൊന്നും ഇട്ടതല്ല, ഞാൻ ലൈവ് പോയതായിരുന്നു. ഇമാതിരി വർത്തമാനം കേൾക്കുമ്പോൾ എനിക്ക് ചൊറഞ്ഞു വരണ്ടേടോ. തൊട്ടി വർത്തമാനം. സബ്സ്ക്രിപ്ഷൻ ഇട്ടതല്ല, ലൈവ് പോയതായിരുന്നു. പിന്നെ ഇട്ടതിൽ ലൈവ് പോയതൊക്കെ എന്താ വ്യത്യാസം? നിനക്ക് ഉറക്കം വന്നിട്ട് പോയി സത്യ പുല്ല്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രി 1:45, വെളുപ്പാങ്കാലമായി. ആ സമയത്തിരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം ചെങ്ങന്നൂർ ഒരു ആവശ്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നു, വന്ന് കയറി ലേറ്റായി. പിന്നെ രാവിലത്തേക്ക് ഇനി എഴുന്നേൽക്കുമ്പോൾ ലേറ്റാവും, കാരണം നല്ല ടയേർഡാണ്. അസിതിക്ക് കിടന്നുറങ്ങും, രാവിലെ വേറെ വീഡിയോ ഒന്നും ഇടാൻ വയ്യ. അതുകൊണ്ട് രാത്രി തന്നെ എടുത്തു വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് ഇട്ടുന്നതാണ്. കണ്ടപ്പോൾ പിന്നെ ഈ ഒരു വിഷയം ചെയ്യണമെന്ന് തോന്നി. ഇനി സുനിയേട്ടൻ്റെ ബർത്ത്ഡേ പറ്റി പറയാം. സുധിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുവാണ്, അറിഞ്ഞോ? ഇന്ന് ആണ് വിഷസ് അറിയിച്ചില്ലേ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇവള് ഇതിലിട്ടതാണ്. എവിടെ സ്റ്റോറി ഇട്ടതാണ്, കാണാം. അതെ ചേച്ചി, ഞാൻ ആഘോഷിക്കുവാണ് സുധിച്ചേട്ടന്റെ ബർത്ത്ഡേ. കാരണം ഞാനല്ലേ നിയമപരമായിട്ടുള്ള ഒരേ ഒരു ഭാര്യ, സുധിച്ചേട്ടന്റെ ഈ ഭൂമിയിൽ ഉള്ള ഒരേ ഒരു ഭാര്യ നിയമപരമായിട്ടുള്ള. അപ്പൊ പിന്നെ ഞാൻ ആഘോഷിക്കണ്ടേ? പിന്നെ വിശ്വസ് സുധിച്ചേട്ടനെ അറിയിച്ചില്ല. ചേച്ചി ഒരു കാര്യം, ചേച്ചി അങ്ങ് ചെന്ന് അറിയിച്ചു കേട്ടോ. ചേച്ചി അങ്ങ് ചെന്ന് അറിയിച്ചോളെ. എടി നിന്റെ ഭർത്താവല്ലേ, നിനക്ക് പറയുന്നതിൽ കുറച്ചൊരു ഇത് വേണ്ടേ? നിനക്ക് എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിനക്ക് നിന്റെ നാശം കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ ചിരിക്കത്തേ ഉള്ളൂ, സന്തോഷിക്കത്തേ ഉള്ളൂ. സത്യം പറയാമല്ലോ, ഇങ്ങനത്തെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ നിന്നെ ആര് സപ്പോർട്ട് ചെയ്യും? ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്യത്തില്ല. സുധിച്ചേട്ടൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ആരോ കമൻ്റ് ഇട്ടപ്പോൾ പറഞ്ഞു ചേച്ചി വേ അങ്ങ് അറിയിച്ചാൽ മതി. തള്ളേ, ഇവളെ ഭർത്താവ് തന്നെയായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ, അതാ വച്ചടിയായിരുന്നു. ദൈവത്തിനറിയാം. ഉള്ള കാര്യം പറയാമല്ലോ, കണ്ടപ്പം പുച്ഛമാണ് ഇവളടുത്തൊക്കെ എനിക്ക് വീണ്ടും തോന്നുന്നത്. വേണോ, ഞാൻ പറയാതെ തന്നെ കാര്യങ്ങളുടെ ഇരിപ്പോശൊക്കെ നിനക്കറിയാം. എന്നിട്ടും നീ തന്നെ ഇങ്ങനെ തൊട്ടിയായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സ്വയമേ നന്നാവാൻ പറ്റുകയാണെങ്കിൽ നന്നാവുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അപരാധിച്ച് എന്തായാലും അപരാധിച്ചും അപരാധത്തിൻ്റെ പീക്ക് ലെവലിൽ നടന്നിട്ട് അവസാനം എന്ന് പറയും എൻ്റെ ഇന്ന സാഹചര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അപരാധിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലർത്ഥമില്ല. എന്തായാലും നോം കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നടക്കട്ടെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. സ്വയം എന്തെങ്കിലും നന്നാവാൻ നോക്കുക, അല്ലാണ്ട് ഇങ്ങനെ കൊണകൊണാന്ന് അടിച്ചുകൊണ്ട് നടക്കാണ്ടിരിക്കും. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. സത്യം പറഞ്ഞാൽ വീഡിയോ കണ്ടപ്പോൾ രേണുവിൻ്റെ കേസല്ല, കിച്ചുവിൻ്റെ കേസ് സന്തോഷമുണ്ട്. അതിന് ഉദ്ഘാടനം കിട്ടുന്നുണ്ട്. ജീവിതത്തിൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ. നിനക്ക് പാട്ട് പാടാൻ നല്ല കഴിവുണ്ട്, അതിൽ ഫോക്കസ് ചെയ്യുക, ലൈഫിൽ മുന്നോട്ട് പോവുക. രേണു എന്ന് പറയുന്നതിന് അതപ്പതനത്തിന് വലിയ കാലമൊന്നുമില്ല, അത് ഉള്ള കാര്യമാണ്. ഇനി അവളുടെ കൊച്ചില്ലേ ഋതപ്പൻ, അവൻ കുറച്ചുകൂടി പ്രായമാകുമ്പോൾ അവനും തള്ളിപ്പറയും. അന്ന് ഇവള് തിരിച്ചറിഞ്ഞ് തുടങ്ങും. അതുവരെ ചിലപ്പോൾ ഈ സാധനത്തിന് ബോധം പൊക്കണമെന്നും കാണത്തില്ല. ഇതൊന്നും അല്ല ജീവിതം, കുറേ പണമുണ്ടാക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അപരാധിച്ച് നടക്കുക എന്നതല്ല ജീവിതമെന്ന് അവൾ പഠിക്കാൻ കുറച്ചുകൂടി ഉള്ളൂ. അതും കൂടി കഴിയുമ്പോൾ അവൾ പഠിച്ചോളൂ. ഓക്കെ, കൂടുതലൊന്നും പറയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കണക്കിന് കമൻറ്റ് ചെയ്തോ. ഓക്കെ, ബൈ.